കസിൻസായിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗേൾസ് എല്ലാവരും കൂടെ പറഞ്ഞു കാലിക്കറ്റ് പോകണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അർസലിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ കാലിക്കറ്റ് വെച്ച് വിട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫൈസി, ഷർമില, ജഹാന, ഫിദ, അർസൽ പിന്നെ ഞാനും. പുതിയ ഹൈവേ കൂടെ നമ്മൾ റോക്കറ്റ് വിട്ടമാതിരി ഇങ്ങനെ പോവാം. പെട്ടെന്ന് ഒരു അടിപൊളി മഴയായിട്ട് പെയ്തു. അങ്ങനത്തെ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം കറങ്ങിയിട്ട് നമുക്കൊരു പാർക്കിംഗ് കിട്ടി. വണ്ടിയും പാർക്ക് ചെയ്ത് ബീച്ച് സൈഡ് കയറിയപ്പോൾ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. രാത്രി 12 മണിക്ക് കോഴിക്കോട് ബീച്ച് ആക്റ്റീവാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അവരെ കൂടി ജഹാനും ഷർമിലും നിലവാത്ത അയച്ചിട്ട് കോഴിയോളമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അർച്ചനും വിധിയും ഫുൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് ആൾക്കാരുടെ കൂടെ ഷോ കാട്ടി നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നുന്നൂസിൻ്റെ കണ്ണിൽ ടോയ്സ് പെട്ട്. അങ്ങനത്തെ നമ്മൾ ലൈറ്റ് എത്തുന്ന കാവടിയും വാങ്ങി. പിന്നെ ഒരു ബബിൾസ് പറഞ്ഞൊരു സാധനം വാങ്ങി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി വലിയ ബബിൾസൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ബബിൾസ് ഒരു വൈബില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ച് നമ്മളൊരു ഏഞ്ചലിനെ വാങ്ങി അവളുടെ കൈ കൊടുത്തു. കാണാൻ നല്ല ബ്യൂട്ടി ആയിരുന്നു കേട്ടോ അത്. പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് സംഭവിച്ചത്. മഴ പെയ്തു. അങ്ങനെ എല്ലാവരും ഓടിക്കൂടി കാറിൻ്റെ ഉള്ളിൽ കയറി. മഴയൊക്കെ മാറി ഒരു അടിപൊളി ടീ സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ ചായ ഒക്കെ കുടിച്ച് കുറേ നേരം അവിടെ സുട പറഞ്ഞിരുന്നു. ബീച്ചൊക്കെ നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് ചായ. ഫാമിലിയൊക്കെ ആയിട്ട് ഇതുപോലെ നൈറ്റിൽ ചായ കുടിക്കാൻ ഇറങ്ങുന്ന വല്ലാത്തൊരു വൈബാണ് കേട്ടോ. കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന സമയം നോക്കുമ്പോൾ 3 മണി ആയിക്കണം. അങ്ങനത്തെ നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം.